ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പിയും ഒരു കറിയാണ്, വിഷു സ്പെഷ്യൽ കറിയാണ്. അപ്പോൾ ഇത് എന്ത് കറിയാണെന്ന് ഊഹിക്കാൻ പറ്റുന്നവരെല്ലാവരും ഇപ്പോൾ തന്നെ ആദ്യമേ വീഡിയോ കാണുന്നതിന് മുന്നേ തന്നെ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏതായാലും കുറേ പേർക്കൊന്നും ഈ ഒരു റെസിപ്പി അറിയാൻ പറ്റില്ല, വളരെ കുറച്ച് പേര് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ എല്ലാ പ്രായക്കാർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണിത്, നമ്മുടെ മാമ്പഴ കിച്ചടി. അപ്പോൾ മാമ്പഴ കിച്ചടി കഴിച്ചിട്ടില്ലാത്തവർ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കഴിച്ചിട്ടുള്ളവർ അതിൻ്റെ ടേസ്റ്റ് ഓർത്തുകൊണ്ട് ഒരിക്കൽ കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്ത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കൂ കേട്ടോ. ഇതുപോലെയൊക്കെ തന്നെയാണോ നിങ്ങൾ മാമ്പഴ കിച്ചടി ഉണ്ടാക്കുന്നതെന്നൊന്ന് പറയണേ. വ്യത്യാസം ഉണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ മാമ്പഴ കിച്ചടി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഒരു പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട്. ഒരുപാടങ്ങ് പഴുത്ത മാങ്ങയല്ല, മീഡിയം പഴുപ്പായിട്ടുള്ള ഒരു മാങ്ങ. അതായത് ചെറുതായിട്ട് മധുരമുള്ള മാങ്ങ എടുക്കുക കേട്ടോ. പച്ചമാങ്ങയല്ല, ചെറിയ മധുരം വന്നു തുടങ്ങിയ മാങ്ങ. നന്നായിട്ട് മധുരമുള്ള മാങ്ങ വേണ്ട. പിന്നെ നമുക്കിതിലേക്ക് പച്ചമുളക് വേണം, വേപ്പില വേണം, തേങ്ങ ചിരവിയത് വേണം, തൈര് വേണം, പിന്നെ കുറച്ച് ഉള്ളിയും കുറച്ച് പൊടികളും ഒക്കെ വേണം. അപ്പോൾ ആദ്യം നമുക്ക് ഈ മാങ്ങ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കിച്ചടിയുടെ ഭാഗത്തിൽ കട്ട് ചെയ്തെടുക്കുക. സാധാരണ മാങ്ങക്കറിക്ക് കട്ട് ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് നമുക്ക് മാങ്ങ കുക്ക് ചെയ്യാൻ വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ മാങ്ങയെല്ലാം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു വലിപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അധികം വലിയ പീസും അല്ല, അധികം ചെറിയ പീസും അല്ലാത്ത രീതിയിൽ. ഇനി നമുക്ക് ഈ മാങ്ങ ഒന്ന് കുക്ക് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ നമ്മുടെ മാമ്പഴം കുക്ക് ചെയ്യാനായിട്ട് ഒരു ചട്ടിയിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. വളരെ കുറച്ച് വെള്ളം മതി കേട്ടോ. കുറച്ച് വെള്ളമേ ഞാൻ വെച്ചിട്ടുള്ളൂ. ഒരു അരക്കപ്പ് വെള്ളം ഉണ്ടാവുള്ളൂ. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാമ്പഴം ചേർക്കുക. മാമ്പഴം കുക്കായിട്ട് അലിഞ്ഞു പോകരുത്, ആ രീതിയിൽ മാത്രം വെള്ളം വയ്ക്കുക. ഇതിലേക്ക് നമുക്കിനി ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ചേർക്കാം കേട്ടോ. മഞ്ഞ കളറിലെ കിച്ചടി വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം. അതുപോലെ തന്നെ മുളക് പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ ഒരു ഓറഞ്ച് കളറിലെ കിച്ചടി ആവും. ഞാനിപ്പോൾ ഇത് രണ്ടും ചേർക്കുന്നില്ല, പച്ചമുളകിൻ്റെ എരിവ് മാത്രം ചേർത്തിട്ടാണ് ഞാൻ കിച്ചടി ഉണ്ടാക്കുന്നത്. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കളർ വ്യത്യാസം വരുത്താം. അപ്പോൾ പച്ചമുളക് ചേർക്കുന്നത് കുറയ്ക്കുക, നമ്മൾ മുളക് പൊടിയൊക്കെ ചേർക്കുന്നുണ്ടെങ്കിൽ. ഞാനിപ്പോൾ ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം എരിവുള്ള രീതിയിലുള്ള കിച്ചടിയാണ്. മാമ്പഴ കിച്ചടി എന്ന് പറയുമ്പോൾ മധുരം മാത്രമല്ല, നമുക്ക് എരിവും കൂടി വേണം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇതിനെ ഒന്ന് കുക്കായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ മാമ്പഴം ഇവിടെ ഇരുന്ന് കുക്കായി വരട്ടെ. ഒരുപാട് വെള്ളം വറ്റി പോരുത്, കുറച്ച് വെള്ളം വേണം. നമ്മുടെ അരപ്പൊന്ന് കുക്കായി വരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം വേണം. ആ രീതിയിൽ വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇനിയിപ്പോൾ നമ്മുടെ അരപ്പിൻ്റെ കാര്യങ്ങൾ നോക്കാം. ഇപ്പോൾ നമ്മുടെ അരപ്പ് റെഡിയാക്കാനായിട്ട് നമ്മൾ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 1/2 കപ്പ് തേങ്ങ ചിരവിയത് ചേർക്കാം കേട്ടോ. 1/2 കപ്പ് മതി. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മാമ്പഴം കുറച്ചല്ലേ ഉള്ളൂ, അതുകൊണ്ട് കുറച്ച് തേങ്ങ മതി. 1/2 കപ്പ് തേങ്ങയിലേക്ക് ഇത്രയുള്ള ഒരു ഉള്ളി മതി, അധികം വേണ്ട. പിന്നെ ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം. ഇത്രയും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. അതിന് ശേഷം വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിത് ആദ്യം ഒന്ന് അരച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ തേങ്ങയും ജീരകവും ഉള്ളിയും ചേർത്ത് നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കാം. കടുക് ആദ്യമേ നന്നായിട്ട് അരഞ്ഞു പോകാതിരിക്കാനാണ് നമ്മൾ ലാസ്റ്റ് ചേർത്ത് അരയ്ക്കുന്നത്. ഇനിയിപ്പോൾ ഇതുകൂടി ചേർത്തൊന്ന് നന്നായിട്ട് അരയണ്ട, ഫൈനായിട്ട് അരയുന്നതിന് തൊട്ട് മുന്നേ ഉള്ള ഒരു തരിതരിപ്പോടുകൂടി അരഞ്ഞു കിട്ടുന്ന ഭാഗത്തിലൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ നമ്മൾ കടുകും ചേർത്ത് ഇതുപോലെ തരിതരിപ്പായിട്ട് കടുക് പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ മാമ്പഴത്തിലേക്ക് ചേർക്കാം. മാമ്പഴം കുക്കായി വന്നിട്ടുണ്ട്. ഓവർ കുക്കായി ഉടഞ്ഞു പോകുന്നതിന് മുന്നേ അരപ്പ് ചേർക്കണം. അപ്പോൾ നമ്മുടെ മാമ്പഴം കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ഒരുപാട് വെള്ളത്തോടു കൂടി ചേർക്കരുത്, ഒരു മീഡിയം തിക്നെസ്സോടുകൂടി ചേർക്കുക. ഇനി അരപ്പൊന്ന് നന്നായിട്ട് കുക്കായി വരുന്നത് വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. അരപ്പ് തിളച്ചൊന്ന് കുറുകി വരണം, അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ആ മാമ്പഴത്തിൻ്റെ ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡ് വരും നമ്മുടെ കിച്ചടിക്ക്. ഇനി അരപ്പിൻ്റെ റോ ടേസ്റ്റ് ഒന്ന് മാറി വരട്ടെ. ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് തിളപ്പിച്ചെടുക്കാം. അരപ്പൊക്കെ ഒന്ന് നന്നായിട്ട് കുക്കായി വന്നിട്ട് നമുക്കിതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ അരപ്പിൻ്റെ ആ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് ചെറിയ ഫ്ലെയിമിലിരുന്ന് തിളച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് നമ്മുടെ തൈര് ഒഴിച്ചു കൊടുക്കാം. തൈര് മിക്സിയിൽ ഒന്ന് വിപ്പ് ചെയ്തെടുക്കണം. കട്ടയുണ്ടെങ്കിൽ ഉടഞ്ഞു പോകാനാണ് മിക്സിയിൽ ഒന്ന് വിപ്പ് ചെയ്തെടുക്കുന്നത്.
അപ്പോൾ തൈര് ചൂടാവരുത്, തൈര് ചട്ടിയുടെ ചൂടിലിരുന്ന് ചൂടായി വന്നോളും, ഒരുപാട് അങ്ങോട്ട് തിളച്ച് വരരുത്. അതുകൊണ്ടാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തൈര് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തന്നെ കണ്ടോ, ഞാൻ ഇളക്കൽ നിർത്തുമ്പോൾ വീണ്ടും കറി തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി തൈര് ചേർത്ത് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ തൈരിൻ്റെ പുളി അനുസരിച്ച് തൈരിൻ്റെ അളവ് കുറയ്ക്കുക കേട്ടോ ചേർക്കുന്നതിൻ്റെ. ഒരുപാട് പുളിയുള്ളതല്ല ഈ ഒരു കിച്ചടി, ചെറിയ മധുരവും ചെറിയ പുളിയും ചേർന്നതാണ്. ഇപ്പോൾ കണ്ടോ നല്ല പാകത്തിലായിട്ടുണ്ട്. ഇത് ഒന്നുകൂടി ഒന്ന് കുറുകി വരും ചൂട് മാറി വരുമ്പോൾ. അപ്പോൾ നമ്മുടെ സദ്യയിൽ ഇലയിൽ വിളമ്പാൻ പാകത്തിലായി വരും. ഇപ്പോൾ കുറച്ച് ലൂസാണ്, ഇതൊന്നുകൂടി കുറുകി വരുമ്പോൾ കറക്റ്റ് ആയിക്കോളും. ഇനി ഞാൻ തൈര് ചേർക്കുന്നില്ല. ഉപ്പും മധുരവും എരിവും എല്ലാം ചെക്ക് ചെയ്യുക. മധുരം കുറവാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂണോ 1.5 ടീസ്പൂണോ പഞ്ചസാര ചേർക്കാം. ചെറിയ മധുരം മതി, അധികം മധുരം വേണ്ട. അപ്പോൾ ഞാനൊന്ന് മധുരവും ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. മധുരമൊക്കെ ചെറുതായിട്ടുണ്ട്, ഉപ്പ് മാത്രമേ കുറവുള്ളൂ. നമുക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വറവ് ചേർക്കുക എന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു കളർ വേണ്ട എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിലാണെങ്കിലും നമ്മുടെ കിച്ചടിയുടെ കളർ മാറ്റാം. നമ്മൾ വറവ് ചേർക്കുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കിച്ചടിയുടെ കളർ മാറും. ഞാനിപ്പോൾ കിച്ചടിയുടെ കളർ മാറ്റുന്നില്ല, ഞാൻ ഓപ്ഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് വറവ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ പാനിൽ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കടുക് ഒന്ന് പൊട്ടിത്തുടങ്ങട്ടെ. നമ്മുടെ കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. കടുകിൻ്റെ കൂടെ തന്നെ നമ്മളൊരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ചേർക്കണം. 1/4 ടീസ്പൂൺ മതി. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കേണ്ടത് ഒരു 8 or 10 ഉള്ളി എടുക്കാം കേട്ടോ. അതൊന്ന് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുക. അതും കൂടി ഈ കടുകും ഉലുവയും പൊട്ടിക്കഴിയുമ്പോൾ വെളിച്ചെണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഇതിനിടയിൽ നമുക്ക് ഒരു 2 വറ്റൽമുളകും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. കറിവേപ്പില നമ്മൾ ആദ്യം കുറച്ച് ചേർത്തിരുന്നു, ഇപ്പോഴും വീണ്ടും കുറച്ച് ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഈ ഉള്ളിയുടെ കളറൊന്ന് മാറി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഉള്ളി ഡാർക്ക് ബ്രൗൺ ആയി പോകണ്ട, ലൈറ്റായിട്ടൊന്ന് ബ്രൗൺ ഷെയ്ഡ് ആയി വരുമ്പോൾ നമുക്കിത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് ഡാർക്കായിട്ടുണ്ടെങ്കിൽ ഉള്ളിക്ക് കയ്പ്പ് വരും, അപ്പോൾ അത് നമ്മുടെ കറിയുടെ ടേസ്റ്റിനെ മാറ്റിക്കളയും. അതുകൊണ്ട് തന്നെ ആ ടേസ്റ്റ് മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലൈറ്റായിട്ടൊന്ന് ബ്രൗൺ ഷെയ്ഡായി വരുമ്പോൾ എണ്ണയിൽ നിന്ന് ഉള്ളി മാറ്റേണ്ടത്. പിന്നെ നമ്മൾ തൈര് ചേർക്കുന്ന കറികൾക്കൊക്കെ ഇതുപോലെ കുറച്ച് ഉലുവയും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് കൂടും കേട്ടോ. അത് ഒരു 1/4 ടീസ്പൂൺ ഉലുവ. നമ്മളിപ്പോൾ മോരുകറിയാണ് ഉണ്ടാക്കുന്നതെങ്കിലും പുളിശ്ശേരിയാണ് ഉണ്ടാക്കുന്നതെങ്കിലും പച്ചടി ആണെങ്കിലും കിച്ചടി ആണെങ്കിലും ഒക്കെ തൈര് ചേർക്കുന്ന കറികൾക്ക് ഇതുപോലെ കുറച്ച് ഉലുവയും കൂടി ചേർത്തിട്ട് വറവിടാൻ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ പുളിശ്ശേരിയിലൊക്കെ ആകുമ്പോൾ നമ്മൾ ഉലുവ പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളിയുടെ കളറൊന്ന് മാറി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സമയത്താണ് നമുക്ക് നമ്മുടെ കിച്ചടിയുടെ കളർ മാറ്റണം എന്നുണ്ടെങ്കിൽ മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ ഒക്കെ ഈ വറവിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നത്. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് കിച്ചടിയിലേക്ക് ചേർക്കാം. ഞാനിപ്പോൾ പറഞ്ഞല്ലോ കളർ ചേഞ്ച് ഒന്നും വരുത്താനില്ലാത്തതുകൊണ്ട് ഞാൻ ഈ സെയിം കളറിൽ തന്നെയാണ് കിച്ചടി പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് മാറ്റി വേറെ കളറിൽ പ്രസൻറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയോ 1/4 ടീസ്പൂൺ ചേർക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മുടെ കിച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവാണ് വറവ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ കിച്ചടിയുടെ പരിപാടി. കിച്ചടി ഇതാ റെഡി ആയി കഴിഞ്ഞു. ഇനി ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും മുളകും കടുകും ഉലുവയും ആ എണ്ണയും എല്ലാം ഒന്ന് സ്പ്രെഡായി വരട്ടെ. ഇതിന് ശേഷം നമ്മളൊന്ന് അടച്ചു വയ്ക്കുക. ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഊണ് കഴിക്കാനെടുക്കാം. സദ്യയിൽ വിളമ്പാനാണെങ്കിൽ കിച്ചടിയൊക്കെ രാവിലെ ചെയ്ത് വെച്ചിട്ട് ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്ന സമയത്ത് എടുക്കുമ്പോൾ കറക്റ്റ് പാകത്തിലായിട്ടുണ്ടാവും. ഇത് ഒരുപാട് പുളിയുള്ള കിച്ചടിയല്ല, ചെറിയൊരു മധുരവും ചെറിയൊരു എരിവും ചെറിയൊരു പുളിയും എല്ലാം ചേർന്നിട്ടുള്ള ഒരു മീഡിയം ലെവലിലുള്ള കിച്ചടിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു കിച്ചടി ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു മാമ്പഴം വീട്ടിൽ കണി വെച്ചതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കണി വെച്ച ഉരുളിയിൽ നിന്ന് ഒരു മാമ്പഴം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കിച്ചടി ഉണ്ടാക്കി നോക്കിക്കോളൂ, നന്നായിട്ട് ഇഷ്ടപ്പെടും. വിഷുസദ്യയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി ആയിരിക്കും ഈ മാമ്പഴ കിച്ചടി. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോരുത് കേട്ടോ. പിന്നെ കഴിഞ്ഞ ദിവസത്തെ മാമ്പഴ പായസം ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. മാമ്പഴ പായസം ട്രൈ ചെയ്ത് നോക്കാത്തവർ അടുത്ത ദിവസമാണെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. അത് നന്നായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, കണ്ടിട്ടില്ലാത്ത ആളുകളൊന്ന് പോയി കണ്ടോളൂ.
അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഈ ഒരു റെസിപ്പി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന റെസിപ്പികളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.